എല്ലാവർക്കും ആത്മപ്രകാശത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ. എല്ലാ വർഷവും മേടം 1-ാം തീയതിയാണ് വിഷു വരുന്ന പതിവ്. ഇത്തവണ വിഷു മേടം 2-ാം തീയതിയാണ്, അതായത് ഈ ഏപ്രിൽ 15-ന്. ഇനി ഈ 14-ാം തീയതി മുതലേ വിഷുക്കണിക്ക് ഒരുക്കാൻ, വീട്ടിലെ കുടുംബിനികൾ വിഷുക്കണിക്ക് ഒരുക്കാനുള്ള തിരക്കിലാണ്. ഈ വിഷുക്കണി എങ്ങനെയാണ് ഒരുക്കുന്നത്, ഏത് സമയമാണ് കാണേണ്ടത്, അതിനെ പറ്റിയൊക്കെയുള്ള കുറച്ച് വിവരങ്ങൾ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബ്രാഹ്മ മുഹൂർത്തത്തിലാണ്, അതായത് 4:41-നാണ് ബ്രാഹ്മ മുഹൂർത്തം. വിഷുക്കണി കാണേണ്ട ടൈം 4:41, രാവിലെ വെളുപ്പിനെ 4:41 മുതൽ സൂര്യോദയത്തിന് മുമ്പാണ് വിഷുക്കണി കാണേണ്ട സമയം. ബ്രാഹ്മ മുഹൂർത്തത്തിലാണ് വിഷുക്കണി കാണുന്നതെങ്കിൽ നമ്മൾ കണി വെച്ച് എല്ലാം ഒരുക്കി കണി വെച്ച് ഒരു ഗുരുവായൂരപ്പ വിഗ്രഹം വെച്ച്, പിന്നെ 5 വിളക്കിട്ടുള്ള 5 തിരിയിട്ടുള്ള വിളക്ക്, പിന്നെ ഫ്രൂട്ട്സ് അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെയാണെന്നോ എല്ലാ ഫ്രൂട്ട്സും വെക്കാം. വെജിറ്റബിൾസ്, ഈ കുമ്പളങ്ങ വെക്കേണ്ട കാര്യമില്ല, കാരണം അത് ശ്രാദ്ധത്തിന് ഉപയോഗിക്കുന്നതാണ്. കുമ്പളങ്ങ എടുക്കാൻ പാടില്ലെന്നാണ് പറയപ്പെടുന്നത്. ബാക്കി വെജിറ്റബിൾസ് എല്ലാം സമ്പൽ സമൃദ്ധിയുടെയും വിളവെടുപ്പിൻ്റെയും ഒക്കെ സൂചകമായിട്ടുള്ള ആഘോഷമാണ്. തലേ ദിവസം തന്നെ അർദ്ധരാത്രിയോടുകൂടി ഇതെല്ലാം ഒരുക്കി റെഡിയായിട്ട് രാവിലെ, ഈ വിഷുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും, സാധാരണ എല്ലാ ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധിയായതിനു ശേഷമാണ് വിളക്ക് കത്തിക്കുന്നത്. എന്നാൽ ഈ വിഷുവിന് അങ്ങനെയല്ല. നമ്മൾ നേരെ ചെന്ന് ഒരുക്കി വെച്ചിടത്തോട്ട് ചെന്ന് വിളക്ക് കത്തിച്ച്, ആദ്യം വിളക്ക് ഒരുക്കിയ ആളാണല്ലോ കത്തിക്കുന്നത്, കത്തിച്ചിട്ട് ബാക്കിയുള്ളവരെ എല്ലാം കണ്ണടച്ച് കൊണ്ടുവന്ന് ഭഗവാന്റെ കണി കാണിക്കും. ഒരു കിണ്ടിയിൽ അല്പം ജലം വെക്കുന്നത് നല്ലതായിരിക്കും. എല്ലാം ഒരുക്കി ഭഗവാനെ ആദ്യമായിട്ട് കണി കാണുക എന്നുള്ളതാണ് അതിൻ്റെ ഇത്. വിഷുക്കണി കഴിഞ്ഞാൽ പിന്നെ വിഷു കൈനീട്ടം. പ്രായത്തിൽ മുതിർന്നവരെ, അവർക്ക് താഴെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുക. കഴിഞ്ഞാൽ പടക്കം പൊട്ടിക്കുക, ഒരുപാട് ആഘോഷങ്ങൾ, എല്ലാവരും വിഷുക്കോടി ഉടുക്കുക, അങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങൾ. അത് കഴിഞ്ഞാൽ സദ്യ പായസം എല്ലാം ഒരുക്കുക. പിന്നെ കിണ്ടി ജലം വെക്കുന്നത് തെക്കോട്ട് വാല് വരാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. കോടി ഉണ്ടെങ്കിൽ ഒരു കോടി വെക്കാം. സ്വർണ്ണ നാണയങ്ങൾ, വെള്ളി നാണയങ്ങൾ, കണ്ണാടി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കോടി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിഷുക്കണിക്ക് ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നതാണ്. പിന്നെ പഞ്ചധാന്യം, 5 ധാന്യങ്ങൾ, അത് നമ്മുടെ വീട്ടിലുള്ളത് അത് സെറ്റായിട്ട് വാങ്ങാനും കിട്ടും. എങ്ങനെയായാലും മതി. 5 ധാന്യങ്ങൾ. ചില നാട്ടിലോട്ടൊക്കെ നവധാന്യങ്ങളാണ് വെക്കുന്നത്, നമ്മളൊക്കെ ഇവിടെ 5 ധാന്യങ്ങളാണ് വെക്കുന്നത്. അങ്ങനെ ഈ വിഷുക്കണി ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സൂചകമായിട്ടുള്ള വിഷുക്കണി ആ ഒരു വർഷത്തെ ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വർഷത്തെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധമായ ഒരു വർഷമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രാഹ്മമുഹൂർത്ത സമയത്ത് വിഷുക്കണി കണ്ടാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭഗവാൻ ലക്ഷ്മി സമേതയായിട്ട് അവിടെ ഉണ്ടെന്നാണ് സങ്കല്പം. നമ്മളെല്ലാം ഒരുക്കുന്നിടത്ത് ഭഗവാൻ വരുന്നു. ഭഗവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.